ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ, നമ്മളിപ്പോഴുള്ളൊരു സാധാരണക്കാർക്ക് ദിവസവും ഇങ്ങനെ വിശേഷങ്ങൾ വരാൻ ഇതിപ്പോൾ എന്താ വല്ല സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? നമ്മുടെയൊക്കെ വിശേഷം എന്ന് പറയുന്നത് ദിവസവും രാവിലെ, മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഇതൊക്കെ തന്നെയായിരിക്കും. നമ്മൾ എത്രയൊക്കെ എന്താ പറയുക കണ്ടൻറ്റ് ഇടണമെന്ന് വിചാരിച്ചാലും എന്തായാലും രാവിലത്തെ ഒരു കുറച്ച് നേരം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ജോലി എടുക്കുന്നവരാണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും രാവിലത്തെ കുറച്ച് നേരം നമ്മുടെ അടുക്കള തന്നെയായിരിക്കുമല്ലേ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ വല്ല ട്രിപ്പൊക്കെ പോകുമ്പോഴുള്ള വിശേഷങ്ങളായിരിക്കും. എന്നാലും 90% വിശേഷം നിങ്ങളുടെയും ഇതൊക്കെ തന്നെയല്ലേ? അപ്പോൾ എൻ്റെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കിടക്കാം. സോ വെൽക്കം, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം എല്ലാവർക്കും. സോ ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീറ്റാൽ ഒരു കിളിപോയൊരവസ്ഥയാണ് കുറച്ച് നേരത്തേക്ക്. എന്തുണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഒരു ചെറിയ അവക്കാഡോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ചു. ഇന്ന് ചപ്പാത്തി കൊണ്ടുപോകണം ഓഫീസിലേക്കും സ്കൂളിലേക്കും. അപ്പോഴാണ് ഞാൻ കടലയോ ഒന്നും തന്നെ വെള്ളത്തിലിട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. സാധാരണ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞാൻ മുട്ടക്കറിയായിരിക്കും ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുപയറാകുമ്പോൾ അങ്ങനെ വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല, കുതിർക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സോ ഒന്നും നോക്കില്ല, ചെറുപയറെടുത്ത് കുക്കറിൽ കയറ്റി പിന്നെ ഒരു ഗ്ലാസ് ചായ. അതില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ, അത് കുടിച്ചല്ലാതെ ഒരു സമാധാനമില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. രാവിലെ എണീറ്റ് ഉടനെ വെറും വയറ്റിൽ ചായ കുടിക്കുന്നില്ല, അത് ഞാൻ വെള്ളമാക്കി. പണ്ട് എനിക്കത് ഒട്ടും പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ എന്നെ തന്നെ കൺവിൻസ് ചെയ്യിച്ച് രാവിലെ എണീറ്റ് 2 ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ച് നേരം ചായ കുടിക്കുന്നത് കേട്ടോ. പക്ഷേ എന്നാലും ചായ ഇല്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ. പിന്നെ ദേ ചപ്പാത്തി, ഇതൊക്കെ തന്നെയല്ലേ രാവിലെ, ചപ്പാത്തി, ചോറ് ചപ്പാത്തി. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ കുട്ടികളുടെ കാര്യം ഒക്കെ നമുക്ക് നോക്കണമല്ലോ. സോ ഇതൊക്കെ തന്നെയായിരിക്കും ഒരു ശരാശരി മനുഷ്യൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിൻ്റെ ഇടയിൽ ഇതേ ഞാൻ ബ്ലിങ്കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരു പഴഞ്ചൊല്ല് പോലെയാണല്ലോ, ആ സമയത്താവും പറമ്പ് തരിക. അപ്പോൾ നോക്കുമ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ മിസ്സിങ്. ബ്ലിങ്കിറ്റും സെപ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രാവിലെ തന്നെ 6 മണിക്ക് ഓർഡർ ചെയ്തു. 6 മണിക്കേട്ടോ തുറക്കുള്ളൂ, അതുകൊണ്ട് 5 മണിക്ക് എണീറ്റിട്ടും കാര്യമില്ല. അപ്പോൾ 6 മണിക്ക് തുറന്നു, ഒരു 6:10 ആകുമ്പോഴേക്കും സാധനം എത്തി. അപ്പം ഞാൻ എന്താ പറയുക, വറുത്തരക്കില്ല, നാളികേരം അരച്ച ചെറുപയർ കറിയാണ് വെക്കുന്നത്. രാവിലെ എണീറ്റത് ഈ ഒരു നാളികേരത്തിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല രസമല്ലേ. അത് ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് വെള്ളപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഇന്നെന്തോ അത് കുടിക്കാൻ തോന്നി. സോ സാധനങ്ങളൊക്കെ വന്ന് റെഡിയായി. പക്ഷേ എന്താണ് ഒരു പ്രശ്നം വെച്ചാൽ, നമ്മളിങ്ങനെ ഹറി ബറിയുടെ ഇടയിൽ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ലേറ്റ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അവിടെ ഇവിടെയൊക്കെ ക്യാമറ വെച്ച് ഓടി നടക്കരുന്നു. മിത്തുക്കുട്ടി രമേശേട്ടനാണെങ്കിൽ അവിടെ വേറെ സൈഡിൽ കൂടെ ഓടി നടക്കരുന്നു. ഇത് മിത്തുക്കുട്ടിക്കുള്ള സ്നാക്സാണ് കേട്ടോ. എന്നും ഞാൻ അധികം നേന്ത്രപ്പഴം നെയ്യിൽ വറുത്തതായിരിക്കും, ബേക്കറി അങ്ങനെ കൊടുത്തേക്കാറില്ല, അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സും. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രെഡ് അവക്കാഡോ ടോസ്റ്റ് എന്നൊക്കെയാണ് പേര്. അപ്പോൾ എന്തായാലും രമേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ അവക്കാഡോൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും കൊടുത്തു. ഫൈനലി അവരെ പറഞ്ഞു വിട്ടു. വീഡിയോ ഒക്കെ ഞാൻ പകുതി വെച്ചപ്പോൾ നിർത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നതിൻ്റെ ഹാഫ് ആൻ അവർ മുന്നേ എണീക്കണം. ഒരു 5:15 എണീറ്റതാണ്. പക്ഷേ അവസാനം ആയപ്പോഴേക്കും ചടുപടി മിത്തുവിന് രമേശേട്ടനൊക്കെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നല്ലോണം ലേറ്റായി. ഇന്നാണെന്നുണ്ടെങ്കിൽ 1-2 സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഫുള്ള് എല്ലാം അവസാനിപ്പിച്ച് അവരിന്ന് കാണിക്കാനേ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. ഇനി ഞാൻ ഫ്രീ ആണ്, കാരണം ഇനി എനിക്ക് പണികളൊക്കെ മെല്ലെ ചെയ്താൽ മതിയല്ലോ. കുറച്ചധികം സമയം എടുത്താലും കുഴപ്പമില്ല. ഈ ഒരു സ്കൂൾ ആൻഡ് ഓഫീസ് ടൈം എന്നുള്ളത് ഒരു ക്രൂഷ്യൽ ടൈമിംഗ് ആണ്. ഇനി ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ജിമ്മ് പോട്ടെ കേട്ടോ. അങ്ങനെ ഞാനിതാ ജിമ്മിൽ നിന്ന് വന്നു. ഒന്ന് ഇരിക്കാമില്ല, ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. എൻ്റെ പണി കഴിഞ്ഞ് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ, കുളിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എഡിറ്റ് ചെയ്യാനുണ്ട്, ലഞ്ച് ഉണ്ടാക്കണം. അപ്പം ഞാൻ പോയി കുളിക്കട്ടെ. നന്നായി എണ്ണ തേച്ച് കുളിക്കണം. ഇന്ന് ആകെ മുടിയൊക്കെ ചപ്പറൊക്കെ ഇട്ടായി കണ്ട. അപ്പം നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കുളിക്കാമല്ലേ. ഞാനൊരു 3 പ്രാവശ്യം ആഴ്ചയിൽ ഞാൻ എണ്ണ തേച്ച് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് സാധാരണ ഒരു 1 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് കുളിക്കുക. ഇനി എനിക്കതിനുള്ള സമയമില്ല. പണ്ടൊക്കെ എന്താ പറയുക, നാട്ടിലൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ താളിയൊക്കെ തേച്ച് നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൊക്കെ തേച്ച് അങ്ങനെയൊക്കെ കുളിക്കുകയായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം അതിനൊന്നും സമയമില്ല. അപ്പോൾ ഞാൻ എണ്ണ തേക്കുകയാണ്. അപ്പം
ഇന്ന് ഞാനിവിടെ തേക്കാൻ പോകുന്നത് കേരള സീക്രട്ട് ആണ്, മാമഅർത്തിന്റെ കേരള താളി ഹെയർ ഓയിൽ. അപ്പോൾ ഈ മാമഅർത്തിന്റെ കേരള താളി ഹെയർ ഓയിൽ ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു ആപ്ലിക്കേറ്ററും കൂടെ വരുന്നുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്താനൊക്കെ സഹായിക്കും കേട്ടോ. ഹൈബിസ്കസ്, അലോവേറ, കറി ലീവ്സ്, അങ്ങനെ മൊത്തത്തിൽ ഒരു 12 ഹെർബ്സ് അടങ്ങിയിട്ടുള്ളതാണ്. തിക്ക് ആൻഡ് ലോങ് ഹെയറിനുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഇത് അമ്മ അപ്രൂവ്ഡ് ആണ് കേട്ടോ. ഇത് നന്നായി തേച്ച് പിടിപ്പിച്ച്, പിന്നെ മാമഅർത്ത് അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ ഫീഡ്ബാക്കിനനുസരിച്ച് എൻഹാൻസ് ചെയ്യും കേട്ടോ. അവരുടെ ഓണിയൻ ഷാംപൂ അങ്ങനെ ചെയ്തതാണ്. സോ നമുക്ക് കമന്റ് ചെയ്യാം. പിന്നെ ഈ ഫുൾ റേഞ്ച് ഓഫ് കേരള താളി യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഹായ്, നല്ല താളി ഇട്ട് തേച്ച്, നമ്മുടെ നാട്ടിലെ താളി തേച്ച് കുളിക്കുന്ന ഒരു സുഖം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമഅർത്ത് പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. ഇന്ത്യൻ ബ്രാൻഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ 1 Day 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാമഅർത്ത് അവരുടെ ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നമ്മുടെ കൂപ്പൺ കോഡൊക്കെ അടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഈ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ മാമഅർത്ത് ആമസോൺ, പേർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് എല്ലാത്തിലും ഉണ്ട്. നിയർ ബൈ സ്റ്റോറിലും ഉണ്ട്. അപ്പോൾ അടുത്തുള്ള ഷോപ്പിലും പോയിട്ടൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വേഗം പോയി ഫുഡൊക്കെ അടിച്ച് കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാൻ. കുളിയൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദേ ഞാനിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് കുറച്ച് വിഭവസമൃദ്ധമാവാമെന്ന് വിചാരിച്ചു. എൻ്റെ മുടി ഉണ്ടല്ലോ, കുളി കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ എണ്ണ തേച്ചുന്നേ തോന്നില്ല. കേളി ഹെയറായതിൻ്റെ പ്രശ്നമാവും. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഉള്ളു തോന്നിക്കും. കുളിച്ച് കഴിഞ്ഞാലാണ് ആ ഒറിജിനൽ ഉള്ളു മനസ്സിലാവുക കേട്ടോ. ഇപ്പം നോക്കിയൊക്കെ കുറച്ചെങ്കിലൊക്കെ തോന്നുന്നുണ്ട് അല്ലേ. 2 മീൻ വാങ്ങിയിട്ടുണ്ട്, ഒന്ന് സുറുമ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് വറക്കുന്നില്ല, ഇന്ന് വെക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സുറുമ വെക്കുകയാണ് കേട്ടോ. 1/2 കിലോ സുറുമ ഉണ്ട്. അല്ല, ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ചപ്പാത്തി ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെയാണ് കഴിക്കാറ്. രാവിലെ രമേശേട്ടനും മിത്തുക്കുട്ടിക്കും ചപ്പാത്തിയും ചെറുപയറും ആയിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു. അപ്പോൾ ചെറുപയർ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ചെറുപയറാണ് കൊടുത്തേക്കാറ്. നാളികേരൊക്കെ അരച്ചിട്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ അതായിരിക്കും ഞാൻ ഉച്ചയ്ക്ക് എപ്പോഴും കഴിക്കുക. അപ്പം എൻ്റെ ലഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും അതാണ്. പിന്നെ രാത്രി ഉണ്ടാക്കാനുള്ള സമയമില്ല, കാരണം ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ 8-8:30 വരാം. അപ്പോഴേക്കും ഇവരിവിടെ വിശന്ന് തളർന്നിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. ഇപ്പം സമയം ഏകദേശം മിത്തുക്കുട്ടീനെ കൊണ്ടുവരാനുള്ള സമയമായിട്ടോ, അധികം നേരമൊന്നുമില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ കറിയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്, എന്നാൽ പിന്നെ വൈകിട്ട് ഡാൻസിന് പോയി കുറച്ച് ലേറ്റായി വന്നാലും നേരെ ഭക്ഷണം കഴിക്കാമല്ലോ. സാധാരണ ഞാൻ ചപ്പാത്തിയാണ് രാത്രി, മിക്കവാറുമല്ല എന്നും ചപ്പാത്തി ആയിരിക്കും. പക്ഷേ ഈ ഒരാഴ്ച ഞാൻ പറഞ്ഞു ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നിങ്ങൾ ചോറുണ്ടേ പറ്റൂ. അപ്പം മീൻ ഉണ്ടെങ്കിലാണ് ഇവർക്ക് ചോറുണ്ണാൻ വലിയ താല്പര്യമുള്ളൂ. രമേശേട്ടൻ രാത്രി ചോറേ കഴിക്കാത്ത ആളാണ്, ചോറ് ഒട്ടും ഇഷ്ടമല്ല. ചപ്പാത്തി ഉച്ചയ്ക്കായാലും ചപ്പാത്തി കൊണ്ടായാലും രാത്രി ചപ്പാത്തിയാണ്. പക്ഷെ മീനാണെങ്കിൽ ഓക്കെ, ചോറ് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ മീൻ ഈ ഒരാഴ്ച തട്ടിക്കുട്ടി നാളേക്കുള്ള മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഇപ്പോൾ മീൻ സുറുമ ഉണ്ട്. അപ്പം ഇനി ഒരു 3-4 ദിവസം കൂടെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ടോളും. അതേ നടക്കുള്ളൂ. അല്ലാതെ ഈ വൈകുന്നേരം പോണതിൻ്റെ ഇടയിൽ 6 മണിക്ക് ഇറങ്ങണം. 6 മണിക്ക് ഇറങ്ങണതിൻ്റെ ഇടയിൽ എനിക്ക് ആലോചിക്കാൻ വയ്യ വൈകുന്നേരം ധൃതി പിടിച്ച് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം രാവിലെയും ചപ്പാത്തി പിന്നെയും ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഞാൻ ചോറ് വയ്ക്കട്ടെ. മീനുണ്ടെങ്കിൽ ഒരു ഗുണമാണ് കേട്ടോ. ചോറ് നമുക്ക് എന്താ പറയുക, വേറെ ഒന്നും. ഇനിയിപ്പോൾ ഞാൻ പേരിനൊരു ഉപ്പേരി വെക്കുന്നുണ്ട്, ബീൻസ് ഇരിക്കുന്നുണ്ട്, ബീൻസിൻ്റെ ഉപ്പേരി വെക്കാം. പക്ഷേ ഇവിടെ മീനുണ്ടെങ്കിൽ ആർക്കും ഉപ്പേരിയൊന്നും വേണ്ട. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വെക്കണമെന്ന് മാത്രം. അപ്പം മീനുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരു രസമാണ്. ഇപ്പം ഞാൻ എല്ലാ പാത്രവും സ്റ്റീലിൻ്റെ ആക്കി കേട്ടോ. മുന്നേ ഞാൻ ഈ അരി ഇതൊക്കെ ഇട്ട് വെച്ചിരുന്ന പ്ലാസ്റ്റിക്കിൻ്റെയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, എല്ലാതും നമ്മൾ നല്ലപോലെ ആയപ്പോൾ ഞാൻ ഇങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്കറിയില്ല ഇനി നമ്മുടെ ഓൺലൈനിൽ കിട്ടുമോ എന്നുള്ളത്. ഇത് പല സൈസിൽ, കാരണം എനിക്ക് ഇവിടെ ഗോതമ്പ് 5 കിലോ എന്തായാലും വേണം. പിന്നെ പുട്ടുപൊടി, നൂൽപ്പിട്ടുപൊടി, പിന്നെന്താ അരി, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇപ്പോൾ സ്റ്റീലിൻ്റെ ഡബ്ബയിലാക്കിയിട്ടുണ്ട്. മുന്നേ അതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയിലായിരുന്നു. പിന്നെ ഇവിടെ വെക്കാനുള്ള ഒരു സൗകര്യത്തിനും പിന്നെ മൊത്തത്തിൽ ആ ഒരു ഗ്ലാസും സ്റ്റീലും ആയതുകൊണ്ട് ഹെൽത്തിൻ്റെ കാര്യം കൂടെ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും നല്ലത്. ഇതിവിടെ അടുത്തുള്ള ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഷോപ്പിൽ ഞാൻ ഓൺലൈനിൽ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാം. അപ്പം മീൻ ഞാൻ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ. ഈ ഡിഷ് വാഷറിന് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ സ്പേസ് ഉള്ള ഭാഗത്തൊക്കെ മുപ്പര് വെള്ളം കയറിയിരിക്കും. അതൊന്നും എല്ലാം എടുത്ത് പുറത്തേക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഡ്രൈ ആയിട്ടിരിക്കും. പക്ഷെ എല്ലാം ഇങ്ങനെ കമഴ്ത്തി മഴുത്തി വെച്ചു കൊടുക്കണം. കുറേ പേര് അതിനെ കുറിച്ച് റിവ്യൂ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഷ് വാഷറിൻ്റെ കാര്യത്തെ പറ്റിയിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഇത് ബോഷിൻ്റെ ഡിഷ് വാഷറാണ്. ഇത് എത്ര
13 എത്ര പ്ലേറ്റ് എനിക്ക് ശരിക്കും അത് ഇപ്പോഴും ഓർമ്മയില്ല. അപ്പം അത് ചിലപ്പോൾ ക്ലീൻ ആവണില്ല എന്താണെന്നൊക്കെ. അപ്പോൾ ഈ ഡിഷ് വാഷറിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതും എൻ്റെ ഫ്രണ്ട്സ് ആയാലൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാനും അനുഭവിച്ചായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഡിഷ് വാഷർ അല്ല മെയിൻ, അതിൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് മെയിൻ. അതിൽ ഏറ്റവും നല്ലത് ഫിനിഷിൻ്റെ ആണ് കേട്ടോ. കാരണം അത് നന്നല്ല എന്നുണ്ടെങ്കിൽ മെയിൻ അഴുക്ക് പോവില്ല, പിന്നെ അതൊരു ശരിയാവില്ല. അപ്പോൾ അത് മെയിൻ ഇപ്പോൾ നമ്മൾ ആളെയൊക്കെ വിളിച്ച് നോക്കുമ്പോഴും അവർ പറയാം മെയിനായിട്ട് ഡിഷ് വാഷറിൻ്റെ എന്ന് പറയുന്നത് അതിൽ യൂസ് ചെയ്യുന്ന സോപ്പാണ്. അപ്പോൾ ഫിനിഷിൻ്റെ സോപ്പാണ് ഏറ്റവും, സോപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റിൻ്റെ അതാണ് ഏറ്റവും നല്ലത്, ഫിനിഷിൻ്റെ ആണെന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഞാനും ഇതിന് മുന്നേ വാങ്ങി നോക്കി, കാരണം പെട്ടെന്ന് ഡിഷ് വാഷർ കിട്ടി ഉടനെ യൂസ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്ന് IFBയുടെ ഏതോ വാങ്ങിച്ചു, പക്ഷെ പോരാ, ഫിനിഷാണ് ബെസ്റ്റ്. പിന്നെ അതിൽ സോൾട്ട് വേണം. അതങ്ങനെ ആ മാസത്തിൽ ഒരു ഫുൾ സോൾട്ടിൻ്റെ, അതായത് ഡിഷ് വാഷറിന് പറ്റിയൊരു സോൾട്ട് ഉണ്ട്. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങി ഒരു മാസത്തേക്ക് ഉണ്ടാവും, അത് ഫുൾ നിറച്ച് കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ ഈ ഒരു ഗ്ലോസി കണ്ടോ, പാത്രങ്ങളൊക്കെ ഒരു ഗ്ലോസി ആവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു റിൻസ് എയ്ഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷറിൽ തന്നെ അത് കാണിക്കും, അതായത് റീഫിൽ സോൾട്ട്, റീഫിൽ റിൻസ് എയ്ഡ്. അപ്പം അതിൻ്റെ ആ ഒരു സമയമായ, റീഫിൽ ചെയ്യാനുള്ള സമയമായ അത് അവിടെ ഇങ്ങനെ ഒരു ഇത് കാണിക്കും, റെഡ് ലൈറ്റ് കത്തിയിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ സോൾട്ട് ഇടാനുള്ള സമയമായി, ഇത് ചെയ്യാനുള്ള സമയമായി. അപ്പം ഇതും ഞാൻ ഫിനിഷിൻ്റെ തന്നെയാണ് വാങ്ങിയത്. ഇത് വേറെ എന്ത് വാങ്ങിയാലും ആ ഒരു ഗ്ലോസിനെസ് കിട്ടുന്നില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല തിളങ്ങി. അപ്പം നമ്മൾ ഇത് മൂന്നും നമ്മുടെ കയ്യിൽ കരുതണം. അതിൻ്റെ ഡിറ്റർജൻറ്റും കരുതണം, ഈ ഒരു റീഫിൽ സോൾട്ടും കരുതണം, റിൻസ് എയ്ഡും കരുതണം. അപ്പോൾ ഈ 3 ഉണ്ടെങ്കിലാണ് ഡിഷ് വാഷർ നല്ല വൃത്തിയിലാവുള്ളൂ. അതുണ്ടെങ്കിൽ അടിപൊളിയാവും. കണ്ടോ, മെയിൻ കുക്കറൊക്കെയാണ് എനിക്ക്, കുക്കറല്ല മെയിൻ ഗ്ലാസും പ്ലേറ്റും നമ്മൾ നല്ല മസാലയൊക്കെ ഇട്ട് ചിക്കനും ഫിഷൊക്കെ കഴിച്ച് നമ്മൾ എത്ര കഴുകിയാലും, വൈറ്റ് പ്ലേറ്റാണ് ഞാൻ പറയുന്നത്, പൊട്ടുന്ന പ്ലേറ്റ്, ഒരിക്കലും നമ്മൾ ഡിഷ് വാഷറിൽ ഇട്ട ആ ഒരു വൃത്തി, നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടില്ല, ആ ഒരു ചൂടോടുകൂടി ആ ഒരു വൃത്തി ഒരിക്കലും നമ്മൾ കൈകൊണ്ട് കഴുകിയാൽ കിട്ടില്ല. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ച കാര്യമാണ്, ചേച്ചി ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ? ഞാൻ ഷോർട്സിൽ എന്തായാലും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. നല്ല ഗ്ലോസി ആയിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിൻ ഡിഷ് വാഷർ അല്ല, ഡിഷ് വാഷർ ഏത് നല്ലത് വാങ്ങിയാലും ഈ സാധനങ്ങൾ നന്നല്ലെങ്കിൽ അത് വർക്ക് ആവില്ല കേട്ടോ. അപ്പോൾ ഫിനിഷിൻ്റെ ആണ് നല്ലത്. ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, ഇനി ബ്ലിങ്കിറ്റിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആമസോൺ ഫ്രഷിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 3 വാങ്ങിച്ചപ്പോഴും റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് തെന്നി മാറി ഞാൻ മീൻ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴാണ് ഡിഷ് വാഷറിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അത് ഞാനിങ്ങനെ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ പറയാം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങ പാല് ചേർത്ത നെയ്മീൻ കറി. എനിക്ക് മീൻ മുളകിട്ടതും നല്ല ഇഷ്ടമാണ്. നമ്മുടെ അവിടെ നിന്ന് മീൻ മുളകിട്ടത് ഉണ്ടായിരുന്നില്ലേ, അതായത് ഉള്ളി മുളകും അരച്ചിട്ടല്ലാതെ ഈ കുടംപുളി ഇട്ടിട്ടുള്ളതൊക്കെ ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ സൈഡിലൊന്നും ഈ കുടംപുളി ഉണ്ടായിരുന്നില്ല പണ്ട്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കുടംപുളിയുടെ ടേസ്റ്റ്. അതേപോലെ മറ്റേ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഞാനൊരു എളുപ്പപ്പണി നല്ല നീട്ടി അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിൽ നീട്ടി അരച്ച് വെക്കാമെന്ന് പറയും, അതായത് വേണമെങ്കിൽ നാളെ ഉച്ചയ്ക്കും കൂടെ തികയുന്ന രീതിയിലോ അങ്ങനെയൊക്കെ, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പം ഇന്ന് ഞാൻ നെയ്മീൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നാളികേരും മഞ്ഞപ്പൊടിയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം ഈസി പരിപാടി, അരച്ചെടുത്ത് വേഗം കഴിയും. മുളകിട്ടത് ഇതിനേക്കാളും ഈസി ആട്ടോ. പക്ഷെ മുളകിട്ടതാകുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും നല്ലോണം കൂട്ടാൻ വേണം. രമേശേട്ടനൊക്കെ നല്ലോണം കൂട്ടാണ്. മുളകിട്ടത് പറഞ്ഞാൽ ഇങ്ങനെ പറ്റിച്ചിട്ടല്ലേ ഉണ്ടാവുക. എനിക്കതാണ് ഇഷ്ടം, കാരണം ഇങ്ങനെ കുറച്ച് ഒപ്പിക്കഴിക്കുക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ നാളികേരം അരച്ചരച്ച കറികൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഈസിയാണ്, എളുപ്പപ്പണിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ തേങ്ങയിൽ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ഒരൊറ്റ അരക്കൽ, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇതാണ് സാധാരണ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അയില വെക്കുകയാണെങ്കിൽ ഒക്കെ ഇങ്ങനെ തന്നെ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ചേർക്കണം കേട്ടോ. പച്ചമുളക് എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ശരിക്കും തക്കാളി ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുക, പക്ഷേ ഞാൻ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്മീനാണ്, ഇത് അയിലയും മത്തിയും എല്ലാം വെച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ശരിക്കും തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കുടംപുള്ളിയുടെ ആവശ്യമില്ല ഈ കറിയിൽ. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ചില കോളുകൾ. ഈ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടാവും. ഞാൻ പൊതുവേ ഫോൺ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാൾ. ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലാതെ ഞാനായിട്ട്, ഇനിയിപ്പോൾ അമ്മയാണെങ്കിലും ശരി, എൻ്റെ അനിയത്തിയാണെങ്കിലും ശരി, എന്തോ ഞാൻ വിചാരിക്കും അങ്ങനെ വിളിക്കണമെന്ന്. പക്ഷേ പിന്നെ ഞാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കേട്ട് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിളിക്കില്ല എന്നുള്ളൂ. പക്ഷേ വിളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നിർത്തില്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ രമേശേട്ടനെ പറയാം, നിൻ്റെ ഫുൾ ജോലി നീ അവിടെ ഇടും ഈ ഒരു സംസാരം കാരണം എന്നുള്ളത്. പക്ഷെ വല്ലപ്പോഴും
അപൂർവമായി സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ 1 മണിക്കൂർ അവിടെ അങ്ങനെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് തുടച്ച് കളഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഈ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇതിലേക്ക് വറുത്തിട്ടിട്ടില്ല എന്നുള്ളത്. ഈ ഒരു കറിക്ക് പിന്നെ ബീൻസ് ഉപ്പേരി, അതോടുകൂടി നമ്മുടെ ലഞ്ച് ശരിയായി. അപ്പോൾ ഞാൻ മിത്തുക്കുട്ടീനെ ഡ്രോയിങ് ക്ലാസ്സിന് കൊണ്ടാക്കി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങൾ 1 മണിക്കൂർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇതേ തിരിച്ച് മിത്തുവിനെ കൊണ്ടുവരാൻ പോവാണ്. നല്ല മുല്ലപ്പൂവിൻ്റെ മണം, നല്ല മുല്ല കേട്ടോ. ഇവിടെ നല്ല മുല്ലപ്പൂ കിട്ടും ഈ ഏരിയയിൽ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഒരു 10 മിനിറ്റേ ഉള്ളൂ നടക്കാൻ. അപ്പോൾ ഞാൻ വെച്ച് ഓട്ടോയിൽ പോകണ്ട, പോകുമ്പോൾ ഓട്ടോയിൽ കൊണ്ടാക്കി ഒരു ഹറി ബറി ആയിരുന്നു. തിരിച്ച് വരുമ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു. ഒരു നടത്തുമാവും. ഡാൻസ് കളിച്ച് ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് ഫുൾ ലെഗിൻ്റെ ഒരു കളിയായിരുന്നു, ലെഗ് ഡേ ആയതുകൊണ്ട്. പക്ഷേ ഈ സ്ട്രീറ്റിൽ കൂടെ എത്ര ദിവസം നടന്നാലും എത്ര കാലം നടന്നാലും എനിക്ക് ബോറടിക്കില്ല. ഞാനറിയില്ല, ഒരു മുംബൈ വൈബ്, ആ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ്, ആളുകൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒന്നാണ്. പിന്നെ ഫുഡ്, ഇതേ കണ്ണടച്ച് നടക്കാം നമുക്ക്. ഈ സൈഡിൽ കൂടെ നടന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ഓംലെറ്റിൻ്റെ മണം കേട്ടോ. ഈ സ്ട്രീറ്റ് ഓംലെറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. രംഷേട്ടനൊക്കെ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നറിയാൻ. രംഷേട്ടൻ എപ്പോഴും പറയും, പണ്ടൊക്കെ ബാച്ചിലറായിരുന്ന സമയത്ത് മുംബൈയിൽ കിട്ടുന്ന സാൻഡ്വിച്ച്, അതാണല്ലോ മുംബൈ സാൻഡ്വിച്ച് ഭയങ്കര ഫേമസ് ആണല്ലോ. ആ സാൻഡ്വിച്ച് എനിക്കിഷ്ടമാണ്. പക്ഷേ ഞാൻ സ്ട്രീറ്റിൽ നല്ല ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ എങ്ങനെ വീട്ടിലുണ്ടാക്കിയാലും കിട്ടില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഓംലെറ്റ്. അതൊരു ഭയങ്കര മണം കേട്ടോ. പക്ഷേ എനിക്ക് എന്തോ സ്ട്രീറ്റിൽ നിന്ന് കഴിക്കാൻ എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഹൈജീൻ പ്രോബ്ലം കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാൻ സ്ട്രീറ്റിലത്തെ ഫുഡുകൾ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പാനിപ്പൂരി ആയാലും ഒന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ രംഷേട്ട് എപ്പോഴും പറയും ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോകുമ്പോഴേ നമുക്കിങ്ങനെ ടെംപ്റ്റിങ് ആവുന്ന രീതിയിലുള്ള മണം, സഹിക്കാൻ പറ്റാത്ത രസമുള്ള മണം എന്ന് പറയില്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കിയ പോലും. ഞാനിട്ട് ഏകദേശം ആ തട്ടുകട സ്റ്റൈൽ, നാട്ടിലെ തട്ടുകട എനിക്ക് പിന്നെയും ഞാൻ കഴിക്കും കേട്ടോ. ആരെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. മുംബൈയിലുള്ളവരാരെങ്കിലും ആ ഓംലെറ്റ് അടിപൊളിയാണോ എന്നുള്ള രംഷേട്ട് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ കൂടെ ആ മണം അങ്ങോട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീല്. അപ്പോൾ ഈ സ്ട്രീറ്റിലെ ഓംലെറ്റും സാൻഡ്വിച്ചൊക്കെ, മുംബൈ സാൻഡ്വിച്ചും അടിപൊളിയാട്ടോ. അതെ വേറെ എവിടെയും കിട്ടില്ല, അത്ര ടേസ്റ്റാണ്. അങ്ങനെ മിത്തുക്കുട്ടിയുമായി ഞാൻ ഓട്ടോറിക്ഷയിൽ പോവാണ്. കുറേ നേരമായി ഒരു ഓട്ടോ തപ്പി നടക്കണം. ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് ഫുൾ ഇതാണ്. അത് മാത്രമല്ല എന്താ പറയുക, ഇലക്ഷൻ ടൈമല്ലേ, സോ PM വരുന്നതും അപ്പോൾ അതൊക്കെ ഈ സൈഡിലായതുകൊണ്ട് ഭയങ്കര ട്രാഫിക് സംഭവങ്ങളും റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ പതുക്കെ എല്ലാം അങ്ങോട്ട് എത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ബൈ.